ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം 12-ാം വാക്യം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ദൈവദാസനായിരുന്നു ജോൺ ബെനിയൻ. ദുഷിച്ച കൂട്ടുകാരുമൊത്തുള്ള പാപം നിറഞ്ഞ ജീവിതമായിരുന്നു ബാല്യത്തിൽ അദ്ദേഹത്തിൻ്റേത്. 15-ാം വയസ്സിൽ തൻ്റെ കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം അവൻ ശ്രദ്ധിച്ചു. ഈ പാപവഴികളെ നീ വെടിഞ്ഞ് സ്വർഗത്തിൽ പോകുവാൻ തീരുമാനിക്കുന്നോ, അതോ ഈ പാപവഴികളിൽ ജീവിച്ച് നിത്യമായ നരകത്തിലേക്ക് നീ പോകുന്നുവോ? ജോൺ ബെനിയൻ ചുറ്റും നോക്കി. തന്നെ നോക്കുന്ന യേശുവിൻ്റെ കണ്ണുകൾ താൻ കാണുന്നതായി അവന് തോന്നി. ഒരു കാര്യം അവന് വ്യക്തമായി: തൻ്റെ പാപവഴികളിലുള്ള ജീവിതം യേശു ഇഷ്ടപ്പെടുന്നില്ല. ആ സമയത്ത് തന്നെ അദ്ദേഹം യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. അദ്ദേഹം ബാപ്റ്റിസ്റ്റ് സഭയോട് ചേർന്ന് ഒരു സഞ്ചാര സുവിശേഷ പ്രസംഗകനായി തീർന്നു. ഈ സമയത്ത് ഇംഗ്ലണ്ടിൽ ഒരു പുതിയ നിയമം പാസാക്കി. ഇംഗ്ലണ്ടിലെ ജനങ്ങൾ ഇംഗ്ലണ്ട് സഭയിൽ മാത്രമേ ആരാധിക്കാവൂ എന്ന്. ഈ നിയമം ലംഘിച്ച് ബാപ്റ്റിസ്റ്റ് സഭയിൽ തുടർന്ന ജോൺ ബെനിയനെ സർക്കാർ പിടികൂടുകയും 12 വർഷത്തേക്ക് തടവിൽ അടയ്ക്കുകയും ചെയ്തു. ജയിലിലായിരുന്ന ഈ നാളുകളിലായിരുന്നു ജോൺ ബെനിയൻ്റെ തൻ്റെ പ്രസിദ്ധമായ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം എഴുതിയത്. ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം വിൽപ്പനയുള്ള പുസ്തകം. ഇതിൽ നാശപട്ടണം വിട്ട് സ്വർഗീയ നാടിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ക്രിസ്ത്യാനിയുടെ യാത്രയിലുണ്ടാകുന്ന ത്യാഗങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. ജോൺ ബെനിയൻ്റെ അഭിപ്രായമനുസരിച്ച് ബൈബിളിൽ ഏകദേശം 30,000-ഓളം ദൈവിക വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. കാരണം സംഖ്യ 23:19 അനുസരിച്ച് വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. ജോൺ ബെനിയന് സംഭവിച്ച കഷ്ടതയും തടവും കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി ജനകോടികൾക്ക് അനുഗ്രഹമായി തീർന്നു. ദൈവത്തിന് എല്ലാ കാര്യങ്ങളിലും ഒരു ലക്ഷ്യമുണ്ട്. തൻ്റെ മക്കളുടെ കഷ്ടത ആയാൽ പോലും പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ചതായ വലിയ സന്ദേശത്തിനായി നന്ദിയോട് സ്തോത്രം. ജോൺ ബെനിയൻ്റെ ജീവിതത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്നതായ എല്ലാ കഷ്ടതകൾക്കും കർത്താവിനൊരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.